വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ നിന്ന് 5 പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ സ്ത്രീ അറസ്റ്റിൽ. കൊല്ലം കൊട്ടാരക്കര സ്വദേശി മഞ്ജുവിന്റെ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ പത്തനംതിട്ട സ്വദേശിനി റസീനയാണ് അറസ്റ്റിലായത്. കുറഞ്ഞ തുകയ്ക്ക് വീട് വാടകയ്ക്ക് നൽകിയ വ്യക്തിയുടെ ആഭരണമാണ് റസീന കവർന്നത്. പത്തനംതിട്ട സ്വദേശിനിയായ റസീന 2 പെൺകുട്ടികളുമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഇവരുടെ ജീവിത ദുരിതം കണ്ട് മനസ്സറിഞ്ഞാണ് സ്വന്തം വീടിന് മുകളിലത്തെ മുറികൾ തുച്ഛമായ വാടകയ്ക്ക് മഞ്ജു നൽകിയത്. മഞ്ജുവും റസീനയുടെ കുടുംബവും ഒരുപോലെ കഴിയുകയായിരുന്നു. അതിനിടെ മഞ്ജുവിന്റെ 5 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി. പോലീസിൽ പരാതി നൽകി. അന്വേഷണം ആദ്യം മന്ദഗതിയിൽ. മഞ്ജുവിന്റെ ഭർത്താവിനെ പോലീസ് സംശയിച്ചു. എന്നാൽ റസീനയാകാം സ്വർണം കവർന്നെന്ന സംശയത്തിൽ മഞ്ജു ഉറച്ചു നിന്നു. മഞ്ജുവിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന സഞ്ചി കണ്ടെത്തി. ഈ കിണറിനകത്ത് കിടന്ന എൻ്റെ ബാഗ്, സ്വർണ്ണം വരുന്ന ബാഗ് എൻ്റെ വീട്ടിനകത്ത് ഷെൽഫിനകത്തിരുന്നതാണ്. ഷെൽഫെന്ന് പറഞ്ഞാൽ സെൻസറിനകത്തിരുന്നതാണ്. ചെറുക്ക ഇറങ്ങി അവൻ വേറൊരു കയറ് കെട്ടി ബാഗ് മുകളിലോട്ട് വന്ന് ഇവിടെ ഇട്ട് തുറന്ന് നോക്കണമെന്ന് അടപ്പ് പാത്രം തുറന്നപ്പോഴത്തേക്ക് അതിനകത്തൊന്നുമില്ല. പോലീസ് വീണ്ടും റസീനയെ ചോദ്യം ചെയ്തു. സ്വർണം മോഷ്ടിച്ചത് താനാണെന്ന് റസീന സമ്മതിച്ചു. മഞ്ജുവിന്റെ വീട്ടിൽ മകൾ മാത്രമുണ്ടായിരുന്ന സമയത്തായിരുന്നു മോഷണം. മഞ്ജുവിന്റെ മകളെ റസീന സ്വന്തം മുറിയിലേക്ക് വിളിച്ചു വരുത്തി. ഭക്ഷണം നൽകി ശ്രദ്ധ തിരിച്ചു. താഴെ എത്തിയ റസീന മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ആദ്യ ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചില്ല. പിന്നീട് പോലീസ് നടത്തിയ വിശദ ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയം താഴെ എൻ്റെ 2 പിള്ളേരും മേളിൽ വാടകക്കാർ 3 പേരുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ 2 പിള്ളേർ എൻ്റെ പിള്ളേരെ ദോശ കഴിക്കുകയാണെന്നുള്ള പേരിൽ മേളിൽ വിളിച്ചു വരുത്തി. അവൾ താഴെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞതും ടപ്പോന്നൊരു സൗണ്ട് കേട്ട് എൻ്റെ മോൾ അപ്പം തന്നെ മേളിൽ നിന്നുകൊണ്ട് താഴെ നോക്കിയപ്പോൾ ഈ ആൻറ്റി മേപ്പോട്ട് കയറി വന്ന് 2 നിമിഷം പോലും ആയില്ല. പടപടാന്ന് ഡ്രസ്സ് മാറ്റി ഇവള് കേട്ട ആൻറ്റി അവിടെ പോകണം, ഞാൻ കൊട്ടാരക്കര പോയിട്ട് വേണം പറഞ്ഞ് പോയി. അടൂരിലെ പണമിടപാട് സ്ഥാപനത്തിൽ പടയം വെച്ച സ്വർണം കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.